നമസ്കാരം. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ഏത് രാജ്യമാണെന്ന് എല്ലാവർക്കും വളരെ ആവേശകരമായി തന്നെ അറിയാം എന്ന് പറയുന്നതാണ് സത്യം. സൗദി അറേബ്യയാണ് അന്ന് ഫുട്ബോളിന് 2034 വേദിയാകാൻ പോകുന്ന സ്ഥലം. വളരെയധികം ആവേശഭരിതരായിട്ട് സൗദി അറേബ്യയിൽ ആരാധകരും ലോകമെമ്പാടുമുള്ള ആരാധകരും കാത്തിരിക്കുകയാണ്. ഇനി ഒരുപാട് നാളുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് വളരെയധികം തന്നെ സജീവമായി തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. മദ്യം തൊട്ടേ കൂടാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതിനവരെ സമ്മതിച്ചേ മതിയാകും. വർഷങ്ങളായി തന്നെ അതവർ പാലിച്ചു പോകുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ലോകകപ്പ് വന്നു കഴിഞ്ഞാൽ മദ്യനിരോധനം എടുത്തു മാറ്റും എന്നതായിരുന്നു 2 ദിവസം മുൻപ് വരെ വന്ന ചർച്ചകൾ. എന്നാൽ ഇത് പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ രംഗത്തെത്തുന്നത്. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകകപ്പിന് വേണ്ടി ഇനി ഒരിക്കലും ഞങ്ങളുടെ നിയമങ്ങൾ മാറ്റില്ല എന്നും ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നടത്തില്ല എന്നും സൗദി അറേബ്യ തറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു വാർത്ത പുറത്തു വന്നത് വലിയ വിവാദമായി തന്നെ ഉയർന്നു വരുകയാണ് ചെയ്തത്. ലോകകപ്പിന്റെ ഭാഗമായി സൗദി മദ്യനിരോധനം പിൻവലിക്കും എന്നതായിരുന്നു ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്ത. തുടർന്നുള്ള ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുകയുമായിരുന്നു. സൗദി അവരുടെ മദ്യനിരോധനം എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ലോകമെമ്പാടും തന്നെ അന്വേഷിക്കുന്ന ഒരു വാർത്തയായി മാറുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനുള്ള ഉത്തരം സൗദി അറേബ്യ തന്നെ നേരിട്ടെത്തി പറഞ്ഞപ്പോൾ എല്ലാവരും വായടച്ച് മിണ്ടാതിരിക്കുകയാണ്. അവർ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 73 വർഷമായി മദ്യനിരോധനം നിലവിലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൗദി അധികൃതർ ഇപ്പോൾ ഒഫീഷ്യലായി എല്ലാവർക്കും വിശദീകരണം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം സൗദി അധികൃതരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായപ്പോഴേക്കും എല്ലാവരും ഈ വാർത്ത വിശ്വസിച്ചിരിക്കുകയാണ്. 2034 നടക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി സൗദി അധികൃതർ നിയന്ത്രിതമായ തോതിൽ മദ്യവിൽപ്പന നടത്തുന്നു അല്ലെങ്കിൽ അനുവദിക്കാൻ പദ്ധതിയിടുന്നതായി തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വൈൻ ബ്ലോഗാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആകെ പടർന്നു പിടിക്കുകയായിരുന്നു. ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ വൈൻ, ബിയർ എന്നിവ വിൽക്കാൻ തന്നെ അധികാരികൾ തയ്യാറാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ പൊതുസ്ഥലങ്ങളിലും വീടുകളിലും കടകളിലും ഫാൻ സോണുകളിലും മദ്യം നിരോധിക്കപ്പെടുന്നത് തുടരുമെന്ന് തന്നെയായിരുന്നു അതിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സാംസ്കാരിക സത്വം നഷ്ടപ്പെടാതെ ലോകത്തെ സ്വാഗതം ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സൗദിയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം സൗദി അറേബ്യയിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നുവെന്നും പറയാം. ടൂറിസത്തിനും ബിസിനസിനുമായി രാജ്യം തുറന്നു കൊടുക്കുന്നതായി തന്നെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വൻതോതിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരികയാണെന്ന് പറയാം. കഴിഞ്ഞ വർഷം തന്നെ റിദായിൽ ഒരു മദ്യശാല തുറന്നിരുന്നു. എന്നാൽ ഈ മദ്യശാലയിൽ നിന്ന് മുസ്ലിം ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾക്ക് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ രാജ്യത്ത് മദ്യം കരിഞ്ചന്തയിൽ വിൽക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മദ്യനിരോധനം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സൗദി സർക്കാർ നേരത്തെയും വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പല ഹോട്ടൽ ഗ്രൂപ്പുകളുടെയും ലോകകപ്പിന്റെ ഭാഗമായി സൗദിയിൽ ഹോട്ടലുകൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഇത്തരം നക്ഷത്ര ഹോട്ടലുകളിൽ എങ്ങനെയാണ് മദ്യം വിളമ്പാതിരിക്കുക എന്ന ചോദ്യവും ഇവിടെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പല ഹോട്ടലുകളും അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. അതിഥികളെ സ്വീകരിക്കുന്നതിനായി സ്ത്രീകളെ നിയോഗിക്കാൻ നേരത്തെ സൗദി തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സമത്വമുള്ള പോലെ സമയത്ത് മദ്യം നിരോധിക്കുന്നത് UK സൗദി അംബാസിഡറും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതായത് ഖാലിദ് ബിൻ ബദർ അൽ സൗദ് രാജകുമാരൻ പറഞ്ഞത് മദ്യപാനം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ സംസ്കാരമുണ്ടെന്നും മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം സംസ്കാരം മാറ്റാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. പൊതുസ്ഥലങ്ങളിലും വീടുകളിലും കടകളിലും മദ്യനിരോധനം അതുപോലെ തന്നെ തുടരും. 73 വർഷത്തിനു ശേഷമാണ് രാജ്യത്ത് മദ്യം വിൽക്കാൻ തന്നെ അനുമതി നൽകുന്ന ചരിത്രപരമായ തീരുമാനത്തിന് സൗദി തയ്യാറെടുക്കുന്നതെന്നായിരുന്നു അന്നൊക്കെ വന്ന വാർത്തകളിലൊക്കെ പറഞ്ഞ പ്രധാന തലക്കെട്ട്. കഴിഞ്ഞ വർഷം റിയാദിൽ നയതന്ത്ര പ്രതിനിധികൾക്ക് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിൽ വൈൻ, ബിയർ അടക്കമുള്ള വീര്യം കുറഞ്ഞ മദ്യം ലഭിക്കുന്ന സ്റ്റോർ തുറന്നതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം റൂമറായി പരന്നു പിടിക്കുന്നത് എന്ന് പറയാം. ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് ഇപ്പോൾ സൗദി തന്നെ പുറത്തുവിട്ടതിനു ശേഷം ഇതിലൊരു ചോദ്യവും മറുപടിയും ഇനി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.